ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യവും ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവും ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്കൊരു 10-20 കൊല്ലം മുന്നേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു കാലഘട്ടം ആവുമ്പോഴേക്കും ഈ അസുഖത്തിന് ഒരു വിരാമം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഒന്നും ഇല്ലെങ്കിലും അതിനെ വളരെയധികം താത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ഉറപ്പ് എനിക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നാണ് ആദ്യം നമ്മളുടെ അടുത്ത് ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഹോളിസ്റ്റിക് എന്ന് എനിക്ക് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ കുറച്ച് ആയുർവേദമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഒഴിച്ചില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമായിരിക്കും, പിന്നെ എന്തെങ്കിലും ഇതേക്കുറിച്ച് പറയുമായിരിക്കും. പക്ഷെ എന്നാലും 5 ദിവസമൊക്കെ എന്തായിരിക്കും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ മൈഗ്രെയിനോട് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലാണ് ഒരു വ്യത്യാസം ആദ്യം കൊണ്ടുവന്നത്. ഈ ഒരു സന്ദേശം നമ്മൾക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഉള്ളിലോ നമ്മൾക്ക് കിട്ടില്ല. ഒരു ഹോളിസ്റ്റിക് എന്ന രീതിയിലാകുമ്പോൾ വെറും ഹോമിയോപ്പതി എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ആയുർവേദമായാലും ശരി, ബാക്കി സൈക്കോതെറാപ്പി എന്നുള്ള ആ രീതിയിലായാലും ശരി, ഇതെല്ലാം നമ്മളെ ആ ഒരു ഘടനയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടുന്ന് ഈ 5 ദിവസത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ അസുഖത്തെ ഒരു കുറച്ച് കാലത്തോടെ നേരിട്ടിട്ട് വേണം ഇതിന് തീർക്കാൻ. കാരണം 10-40 കൊല്ലമായിട്ടാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്കൊരു 10-14 വയസ്സ് മുതലുണ്ട്. കാരണം നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാലമായിട്ട് ഈ ഒരു വിഷയം നമുക്കുണ്ട് എന്ന്. അപ്പൊ അത് എങ്ങനെയാണോ ഇത് വന്നിരിക്കുന്നത് അതിന്റെ കൃത്യമായ രീതി മനസ്സിലാക്കിയിട്ട് അത് ക്രമേണ അത് ഇല്ലാതെയാക്കാനാണ് നമുക്ക് സാധിക്കുക എന്നും അതിനുള്ള ഒരു പാകപ്പെടുത്തലിന്റെ ഒരു ചവിട്ടുപടി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മൈത്രിയെ ഞാൻ കണ്ടിരിക്കുന്നത്. പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് പല സമയത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ചെറുതായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും, മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് കാലമായിട്ടുണ്ടാവും. ഈ ആൾക്കാർ എല്ലാവരും, ഇങ്ങനത്തെ രോഗികൾ, ഇത് വെച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒന്ന് ഇതുപോലത്തെ ഒരു മൈത്രി പോലത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ കാണുന്ന ഒരു രീതി അല്ലാതെ വേറൊരു രീതിയിലും കൂടി ഇതിനെ കാണാം എന്നും അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു ശമനം നമുക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന, അതായത് മൈഗ്രെയിൻ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്.